ഹായ് നമസ്കാരം. 2026 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം. പിന്നെ പൊതുവായിട്ടൊരു കാര്യം പറയാനുള്ളത്, എന്തായാലും ഈ 140 നിയോജക മണ്ഡലങ്ങൾ എന്നതിൽ പരം ഒരു 500 ആക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നേതാക്കന്മാർക്ക് സീറ്റ് വേണം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാർക്ക് സീറ്റ് വേണം. ഒരിടത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത നിമിഷം അടുത്ത പാർട്ടിയിലേക്ക് അങ്ങ് പോവുകയാണ് അവർ. ഇന്നലെ വരെ ഒരു രാഷ്ട്രീയ എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഇന്നലെ വരെ ചീത്ത വിളിച്ച്, ഇന്നലെ വരെ അഴിമതി ആരോപണം ഉന്നയിച്ച്, പെണ്ണ് കേസിന് അഴിമതി പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചവർ പിറ്റേന്ന് അടുത്ത പാർട്ടിയിലേക്ക്, സീറ്റിന് വേണ്ടി അടുത്ത പാർട്ടിയിലേക്ക് പോവുക, അവരുടെ തോളെ കൈയിടുക. എൻ്റെ ദൈവമേ, ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എവിടെ നിന്നല്ല, പണ്ട് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറപ്പ് തോന്നുവാണ്. എന്നാലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തിക്ക് വേണ്ടി നമ്മളിതെല്ലാം സഹിച്ചല്ലേ പറ്റൂ. എന്തായാലും ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ. അപ്പോൾ നമ്മളെ പ്രശാന്തിനെയാണ് കാണിച്ചത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ LDFിൻ്റെ സാരഥിയായിട്ട് നേരത്തെ സിറ്റിംഗ് MLA ആയിരുന്ന പ്രശാന്ത് തന്നെയാണ് മത്സരിക്കുന്നത്. അത് രണ്ടാമതായിട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നമ്മുടെ K മുരളീധരനാണ്. അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. K കരുണാകരൻ്റെ പ്രിയപുത്രനായ K മുരളീധരൻ. അപ്പോൾ അദ്ദേഹമാണ് മത്സരിക്കുന്നത്. പിന്നെ വട്ടിയൂർക്കാവ് നേരത്തെ മുരളീധരൻ്റെ മണ്ഡലമായിരുന്നു. അതിനുശേഷം പിന്നീട് മുരളീധരൻ അവിടെ നിന്ന് പോയിട്ട് MP ആയിട്ട് മത്സരിക്കാൻ പോയപ്പോഴാണ് ബൈ ഇലക്ഷനിൽ നമ്മുടെ മേയറായിരുന്ന പ്രശാന്ത് ബ്രോ വന്ന് മത്സരിച്ചും അദ്ദേഹം ജയിച്ചതും. പിന്നീട് 5 വർഷം വീണ്ടും അദ്ദേഹം ജയിച്ചു. അപ്പോൾ അത്യാവശ്യം വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് വെച്ചാൽ വികസനമെല്ലാം ഒരു ഘട്ടത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ പ്രശാന്ത് ബ്രോയ്ക്കെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. 6.5 കോടി ഒരു ചെറിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയ 6.5 കോടി രൂപയെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കുറേ ആരോപണങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആര് ജയിക്കും തോൽക്കും എന്നുള്ളത് ഞാൻ ഒന്നും കൂടി പറയുന്നത്. അടുത്ത നമ്മുടെ NDA സ്ഥാനാർത്ഥി എന്ന് പരിചയപ്പെടേണ്ടത് നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ ശ്രീമതി ശ്രീലേഖ IPS മാമാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. അപ്പം 3 പേരും വളരെ നല്ല സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ആണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെ കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ശ്രീലേഖ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാം ഒരു പോലീസ് ഓഫീസറായിരുന്നു. പക്ഷേ രാഷ്ട്രീയമായിട്ടൊന്നും അധികം ബന്ധമില്ലാത്തതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഉള്ളുകളികളോ, ഏതൊക്കെ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നോ, ഏതൊക്കെ രീതിയിൽ ഒരു അഭിനയവും കൂടിയാണല്ലോ രാഷ്ട്രീയം, അതിനെക്കുറിച്ച് അത്ര നല്ല വശമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അതിൻ്റെ ഒരു ചെറിയ നെഗറ്റിവിറ്റി ഉണ്ട് എന്നതൊഴിച്ചാൽ ആൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ മണ്ഡലത്തിൽ നന്നായിട്ട് പര്യടനം ചെയ്യുന്നത്. ഞങ്ങളുടെ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 3 പേരും കട്ടയ്ക്ക് കട്ട സ്ട്രോങ് ആണ്. പക്ഷേ ഇപ്പോൾ ജയിക്കാനുള്ള ഒരു സാധ്യതയും കൂടി ഞാൻ പറയണമല്ലോ. എൻ്റെ തോന്നലാണ് ഇത് നാളെ മാറണമെന്നുണ്ട്. ഒരു 10 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ മാറാം. 10 ദിവസം പ്രവർത്തനം എങ്ങനെ ഇരിക്കും നോക്കാം. പക്ഷേ ഇപ്പോൾ മുൻതൂക്കം K മുരളീധരന് തന്നെയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലം UDFിലെ മുരളീധരൻ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പക്ഷേ ചെറുതായിട്ടൊന്നും വെറുതെ ഒന്നും ജയിച്ചൊന്നും പോകാൻ പറ്റില്ല. ആര് ജയിച്ചാലും അത് ഭയങ്കര കട്ട മത്സരമായിരിക്കും എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് VK പ്രശാന്ത്, UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് K മുരളീധരൻ, NDA സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് R ശ്രീലേഖ IPS. ഇവർ 3 പേരാണ്. അപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലം ഞാൻ തുടങ്ങിയത് എൻ്റെ മണ്ഡലമായതുകൊണ്ടാണ്. അടുത്തത് നമ്മുടെ നേമമണ്ഡലമാണ്. നേമമണ്ഡലം നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. വേറെ ആരുമല്ല, നമ്മളുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ് അവിടെ മത്സരിക്കുന്നത് LDF സ്ഥാനാർത്ഥിയായിട്ട്. പിന്നെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശബരിനാഥാണ്. ശബരിനാഥിനെ നമ്മൾ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ശബരിനാഥ് ഒരു MLA ആയിരുന്നു, അരുവിക്കര MLA ആയിരുന്നു. പിന്നീട് അദ്ദേഹം അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ അതിനുശേഷം അദ്ദേഹം ശാസ്തമംഗലത്ത് നിന്ന് കവടിയാർന്നു ശാസ്തമംഗലത്ത് നിന്ന് ഏതിലോ ഒരു വാർഡിൽ നിന്ന് ജയിച്ച് മേയർ, അവിടെ കൗൺസിൽ പ്രതിപക്ഷ നേതാവായിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ. അദ്ദേഹമാണ് നേമം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് NDA സ്ഥാനാർത്ഥി, അദ്ദേഹം BJPയുടെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ സാറാണ്. അദ്ദേഹമാണ് BJPയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ ശിവൻകുട്ടി സാറ്, ശബരിനാഥ്, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ, ഇവർ 3 പേരുടെ ഭയങ്കര കിടപിടിക്കാൻ കഴിയാത്തത്ര മത്സരമായിരിക്കും അവിടെ നടക്കുക. നിയമം നമ്മളെല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും, ആര് ജയിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നേമം മണ്ഡലം 3 പേരും കട്ടയ്ക്ക് കട്ടായിരിക്കും. പിന്നെ ശിവൻകുട്ടി അവിടെ CPMൻ്റെ ഒരു പഴയ തന്നെ പാരമ്പര്യ വോട്ടുകളാണ് CPMൻ്റെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് വന്നതാണ് NDA. അവിടെ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം 3ാം സ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ശബരിനാഥ് വന്നപ്പോൾ കുറച്ചും കൂടി മത്സരം കടുക്കും. പക്ഷേ അവിടെ ജയിക്കാനുള്ള
ജയിക്കാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ്. അവിടെ BJPക്കാണ് ആ സീറ്റ് കിട്ടാനുള്ള സാധ്യത എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ കേട്ടോ. പിന്നെ നിങ്ങൾ ചോദിക്കാം, നിനക്ക് എന്താണ് ഇത്ര കൂടുതൽ ഒരുപാട് ഒരു 10, 25, 30 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കുറേ കാലം പ്രവർത്തിച്ചെങ്കിലും കോളേജ് തലത്തിൽ കഴിഞ്ഞപ്പോൾ നിർത്തിയെങ്കിലും പക്ഷേ രാഷ്ട്രീയം കണ്ടും ജനിച്ചപ്പോൾ മുതൽ ഓർമ്മ വെച്ച കാലം തൊട്ടേ രാഷ്ട്രീയക്കാരുടെ വീട്ടിൽ ജനിച്ചതുകൊണ്ടും വളർന്നതുകൊണ്ടും രാഷ്ട്രീയത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുള്ള ഒരു വീടായതുകൊണ്ട് എല്ലാ രാഷ്ട്രീയത്തിനെക്കുറിച്ചും കുറച്ച് ബേസൊക്കെ അറിയാം, കുറേ നേതാക്കന്മാരെയൊക്കെ അറിയാം, അവരുടെ ബാക്ക്ഗ്രൗണ്ട്സൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നിയമമണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ സാറിന് തന്നെയാണ് മുൻതൂക്കം. ഇനി നമുക്ക് പോകെ എന്താണ് തീപ്പൊരി പാറുന്ന ഒരു ഇലക്ഷൻ ചൂടൊക്കെ നമുക്ക് കാണുമ്പോൾ വീണ്ടും മാറ്റമുണ്ടാവുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ആണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനാണ് ജയിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നത് നിയമമണ്ഡലത്തിൽ. പിന്നെ ആരും മോശമല്ല, 3 പേരും ഏത് രീതിയിലും 3 പേരും കഴിവ് കൊണ്ടും സംസാരിക്കുന്ന രീതികൾ കൊണ്ടായാലും രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടായാലും 3 പേരും കട്ടയ്ക്ക് കട്ടയാണ്. ഇപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരത്തിൽ നമ്മുടെ നാട്ടിൽ മലയാളം കുറച്ച് കൂടുതൽ സംസാരിക്കുന്നത് അവരോട് ആൾക്കാർക്ക് കുറച്ചും കൂടി താല്പര്യമുണ്ട്. കാരണം കുറച്ച് ഫ്ലോ ആയിട്ട് മലയാളം സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയാറില്ല. കാരണം അദ്ദേഹം ഇംഗ്ലീഷാണ് കൂടുതൽ യൂസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ, അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ MD കൂടി ആയതുകൊണ്ട് തന്നെ, ഏഷ്യാനെറ്റിൻ്റെ ഓണറല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പക്ഷേ ശശി തരൂരൊക്കെ എന്തോ മലയാളം പറയും. അപ്പോൾ അതേപോലെ തന്നെ അപ്പം മലയാളത്തിൻ്റെ ഫ്ലോ കുറച്ച് കുറവാണ്. അപ്പോൾ സാധാരണക്കാരോട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ട്രിവാൻഡ്രം സിറ്റിയാണ്, അങ്ങനെ സാധാരണക്കാരെന്നല്ല എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. ഇംഗ്ലീഷിൽ ഒരുപാടങ്ങ് പ്രാവീണ്യം അല്ലെങ്കിൽ പാണ്ഡിത്യമില്ല എങ്കിലും ഇംഗ്ലീഷ് രീതിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു നാടല്ലേ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കഴക്കൂട്ടം മണ്ഡലത്തിലേക്കാണ് വരുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അദ്ദേഹം 3 തവണയായിട്ട് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തെ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. ആരോപണങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ട് എങ്കിൽ പോലും അവിടുത്തെ ജനങ്ങൾ, അദ്ദേഹം ഒരു മണ്ഡലത്തിലെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിനെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതിലാണ് അവിടുത്തെ വോട്ടിൻ്റെ ചോർച്ച കാണുന്നത്. തീർച്ചയായിട്ടും UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടത്ത് UDFൻ്റെ സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദ്, പഴയ നമ്മുടെ K കരുണാകരൻ സാറിൻ്റെ ഒരു സഹയാത്രികനായ ശരത്ചന്ദ്ര പ്രസാദ് സാറാണ്. അദ്ദേഹത്തിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ണിത്താൻ, നമ്മുടെ പഴയ സേവാദാൾ ചെയർമാനായിരുന്ന ഉണ്ണിത്താൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയൊക്കെ അവരുടെ ഒരു 2 പേരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായിട്ടൊക്കെയാണ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ അറിയാവുന്ന കേട്ടോ. അപ്പോൾ അദ്ദേഹം അത്രയ്ക്ക് സീനിയർ മോസ്റ്റ് ഒരു നേതാവാണ് ശരത്ചന്ദ്ര പ്രസാദ്. പക്ഷേ അദ്ദേഹം തഴയപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഒരു സീറ്റോ കാര്യങ്ങളൊന്നും അധികം വേണ്ടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാർക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പോൾ കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു പഴയകാല നേതാവ് തന്നെയാണ് ശരത്ചന്ദ്ര പ്രസാദ്. അദ്ദേഹമാണ് UDFൻ്റെ സ്ഥാനാർത്ഥി. നമുക്കിനി അടുത്ത NDA സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കാം. കഴക്കൂട്ടത്ത് NDA സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് മറ്റാരുമല്ല, V മുരളീധരൻ. മുൻ കേന്ദ്രമന്ത്രി നമ്മുടെ പ്രിയങ്കരനുമായ ശ്രീ V മുരളീധരനാണ് NDA BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ദേഷ്യം വരുന്ന മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കാണ് അദ്ദേഹത്തിന് ദേഷ്യം വരുന്ന മുഖം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ കേന്ദ്രത്തിലൊക്കെ മന്ത്രി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വരുമ്പോൾ അധികം ഈ ഇപ്പോൾ കേരളത്തിനെ വഴക്ക് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ടല്ലേ. ദേഷ്യപ്പെടണോ പെടണ്ട എന്നുള്ള രീതിയിൽ വളരെ ഒരു കുഞ്ഞുങ്ങളുടെ മുഖമായിട്ടാണ് എനിക്കപ്പോൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ ഈ V മുരളീധരന്. അപ്പോൾ അദ്ദേഹമാണ് കഴക്കൂട്ടത്തെ BJP NDA സ്ഥാനാർത്ഥി. എനിക്കൊന്ന് ഭയങ്കര ഒരു കട്ട മത്സരമായിരിക്കും. അവിടെ 3 പേരും കട്ടയ്ക്ക് കട്ടായി നിൽക്കും. കടകംപള്ളിയും ശരത്ചന്ദ്ര പ്രസാദും V മുരളീധരനും കട്ടയ്ക്ക് കട്ടായിട്ട് നിൽക്കും. ഇനി അടുത്ത് നമ്മൾ അരുവിക്കരയിലോട്ടാണ് വരുന്നത്. അരുവിക്കരയിൽ UDFൻ്റെ സ്ഥാനാർത്ഥി ശിവകുമാറാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം സെൻട്രലാണ് നിന്നത്. അവിടെ തോറ്റു. നമ്മുടെ ആൻ്റണി രാജു പഴയ ആൻ്റണി, ഇപ്പോൾ ഒരു കേസിൽ വന്ന ആൻ്റണി രാജു MLAയുടെ കൂടെ, പഴയ ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിനോട് തോറ്റതാണ്. അവിടെ LDF സ്ഥാനാർത്ഥി G സ്റ്റീഫനാണ്. നമ്മുടെ NDA സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് വെച്ചാൽ നോക്കാം. അവിടെ
അരുവിക്കരയിൽ LDF സ്ഥാനാർത്ഥി ജി സ്റ്റീഫനാണ്. എനിക്ക് പരിചയമില്ല. ജി സ്റ്റീഫൻ എനിക്ക് തോന്നുന്നു CPM-ൻ്റെ സമുന്നതനായ പല നേതാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയത്. പക്ഷേ VS ശിവകുമാറിനെ നമുക്കറിയാമല്ലോ. പിന്നെ അടുത്തത് നമുക്ക് ചിറയിൻ കീഴാണ്. ചിറയിൻ കീഴിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് രമ്യ ഹരിദാസാണ്. രമ്യ ഹരിദാസ് എല്ലാവർക്കും പരിചിതമായ മുഖമാണ്. പാട്ടുംപാടി ജയിക്കുന്ന രമ്യ കഴിഞ്ഞ പ്രാവശ്യം തോറ്റ് തൊപ്പിയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം ആലത്തൂരെന്ന് രമ്യനെ ചിറയിൻ കീഴിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ചിറയിൻ കീഴ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. രമ്യയ്ക്ക് എത്രത്തോളം ചിറയിൻ കീഴ് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ UDF-ൻ്റെ തരംഗം എന്നുള്ള രീതിയിൽ രമ്യ ജയിച്ചാൽ രമ്യയ്ക്ക് ജയിക്കാം. അല്ലാതെ ചിറയിൻ കീഴ് കിട്ടാൻ ഭയങ്കര പാടാണ്. അവിടെ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മനോജ് ബി ഇടമനെയാണ് LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത്. അവിടെ ചിറയിൻ കീഴിൽ NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് നോക്കാം ആരാണെന്ന്. പക്ഷേ ചിറയിൻ കീഴിൽ നല്ല മത്സരമായിരിക്കും. രമ്യയെ വരവേൽക്കുന്ന ഒരു സമയത്ത് രമ്യയൊക്കെ നന്നായിട്ട് ആൾക്കാരുണ്ട്. പക്ഷേ എന്താണെന്ന് കാത്തിരുന്ന് കാണാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ആറ്റിങ്ങലിലേക്കാണ് പോകുന്നത്. ആറ്റിങ്ങൽ ആരാണ്? OS അംബികയാണ് LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. OS അംബിക സിറ്റിംഗ് MLA-മാരാണ്. LDF-ൻ്റെ മിക്കവാറും എല്ലാവരും സിറ്റിംഗ് MLA-മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതിയ മുഖങ്ങളൊന്നുമല്ല, പഴയ മുഖങ്ങൾ. അവർക്കെല്ലാം മണ്ഡലങ്ങളിൽ ചിരപരിചിതരായ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ നല്ല പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് ഈ പ്രാവശ്യം LDF കളത്തിലിറക്കിയിരിക്കുന്നത് ട്രിവാൻഡ്രം സിറ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. RSPയുടെ സന്തോഷ് ഭദ്രനാണ് അവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ആ ഒരു പിക്ക് പിന്നീട് വരും കേട്ടോ. ഇത് IB സതീഷാണ്. സന്തോഷ് ഭദ്രനാണ് RSPയുടെ ആറ്റിങ്ങൽ RSPയുടെ. അവിടെ അഡ്വക്കേറ്റ് സുധീറാണ് NDA-യുടെ. അതും ഞാൻ അവസാനം ഇട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് സുധീറാണ് NDA-യുടെ സ്ഥാനാർത്ഥി. വർക്കലയിൽ വി ജോയിയെ നമുക്കറിയാം. അദ്ദേഹം CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് വർക്കല മണ്ഡലത്തിൽ LDF-ൻ്റെ സാരഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരാൾ തന്നെയാണ്. വർക്കലയിൽ അദ്ദേഹം സ്ഥിരമായിട്ട് മത്സരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവിടുത്തെ മണ്ഡലത്തിൽ എല്ലാവർക്കും അദ്ദേഹം ചിരപരിചിതനാണ്. അവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് UDF-ലെ മത്സരിക്കുന്ന കഹാറാണ്. വർക്കല കഹാറൊക്കെ ഒരു പഴയ നേതാക്കന്മാരാണ്. എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു BRM ഷബീർ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. BRM ഷബീർ ആയിരുന്നു കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കഹാറിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ. കാരണം കുറച്ചും കൂടി യങ്ങായിരുന്നു. ഇദ്ദേഹമൊക്കെ പഴയകാല നേതാക്കന്മാരാണ്. ഈ കഹാറൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിനൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹം തോറ്റ സ്ഥാനാർത്ഥികളാണ്. ഇവരൊക്കെ നിന്നിട്ട് ജയിക്കാത്ത സീറ്റുകളാണ്, കഴിയാത്ത സീറ്റുകളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ UDF തരംഗത്തിൽ ജയിച്ചു പോകാൻ വേണ്ടിയിട്ടായിരിക്കാം അവർക്കൊരു അത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് BRM ഷബീറിനായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മുടെ അഭിപ്രായം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അവിടെ NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. വാമനപുരം DK മുരളിയാണ്. വാമനപുരത്താണ് DK മുരളി. LDF-ൻ്റെ സാരഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. DK മുരളി അദ്ദേഹം നമ്മുടെ മണ്ഡലത്തിലെ ഒരു സാന്നിധ്യം തന്നെയാണ്. മണ്ഡലത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മുഖങ്ങളിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം. കാരണം ഇവരെ എനിക്ക് തോന്നുന്നത് ഈ കുറച്ചുകൂടി സിറ്റിംഗ് MLA-മാരെ നിർത്തിയതിൻ്റെ കാരണം തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം മേ ബി ഒരു സിറ്റിംഗ് MLA-മാരെ നിർത്തിയത്. അവിടെ DK മുരളിയുടെ കൂടെ സുധീർ ഷാ പാലോടാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥി. അത് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയി. സുധീർ ഷാ പാലോടാണ്. NDA-യുടെ സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. നെടുമങ്ങാട് GR അനിലാണ് നമ്മുടെ മന്ത്രി GR അനിലാണ്. അവിടെ നെടുമങ്ങാട് GR അനിലാണ് മത്സരിക്കുന്നത് LDF-ൻ്റെ സാരഥിയായിട്ട്. LDF-ൻ്റെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. CPI ആണെന്ന് തോന്നുന്നു. GR അനിൽ CPIയുടെ കാൻഡിഡേറ്റാണ് GR അനിൽ. അദ്ദേഹം മന്ത്രിയായിരുന്നു. അവിടെ മീനങ്കൽ കുമാറാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥി. മീനങ്കൽ കുമാറിന് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരിക്കാം. അപ്പോൾ എനിക്കതിനെ അവർ പ്രാദേശിക നേതാക്കന്മാരിൽ നല്ല വലിയ നേതാവായിരിക്കാം. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയത്. മീനങ്കൽ കുമാറാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥി. അവിടെ NDA-യുടെ സ്ഥാനാർത്ഥി യുവരാജാണ്. ഗോകുൽ യുവരാജ്. നമുക്ക് എല്ലാവർക്കും പരിചിതനാണ് യുവരാജ്. നമ്മൾ TV ഒക്കെ കാണുന്നതുകൊണ്ട് എപ്പോഴും യുവരാജ് സംസാരിക്കാൻ വരുന്നതാണല്ലോ. ഈ ചർച്ചയ്ക്ക് വരുന്ന യുവരാജ് ഗോകുലാണ് NDA-യുടെ സ്ഥാനാർത്ഥി. നെടുമങ്ങാട്. നെയ്യാറ്റിൻകര ആൻസലിനാണ്. അവിടുത്തെ സിറ്റിംഗ് MLA ആണ്. പുള്ളിയാണ് അവിടുത്തെ LDF-ൻ്റെ സ്ഥാനാർത്ഥി.
അൻസലനെ എല്ലാവർക്കും പരിചയമാണ്. അൻസലൻ കുറേ കാലമായിട്ട് അവിടുത്തെ MLA ആയിട്ട് തന്നെ ഇരിക്കുന്ന ആളാണ്. ശക്തനാണ്. ശക്തൻ എന്ന് പറയുന്ന നമ്മുടെ കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവാണ്. UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ശക്തൻ. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹവും മണ്ഡലത്തിലെ ഒരു മുഖമാണ്, പരിചിതമായിട്ടുള്ള ഒരു മുഖമുള്ള ഒരാളാണ്. എല്ലാവർക്കും നല്ല പരിചയമുള്ള ആളാണ്. നെയ്യാറ്റിൻകര ശക്തനാണ് മത്സരിക്കുന്നത്. അവിടെ NDA സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ തീരുമാനിച്ചോ എന്ന് അറിയില്ല. ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. മാർച്ച് 20 ഫ്രൈഡേ. ഇപ്പോൾ സമയം 3 മണി, 3:30, 4 മണിയായി. ഇതുവരെ പ്രഖ്യാപിച്ചില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത പാറശാലയാണ്. പാറശാലയിൽ CK ഹരീന്ദ്രനാണ് LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. CK ഹരീന്ദ്രനാണ്. അദ്ദേഹം ഒരു നല്ല, എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു സൗമ്യമായ മുഖമുള്ള ഒരു സൗമ്യനായിട്ട് ഇരിക്കുന്നത്, എനിക്ക് സൗമ്യനായിട്ടാണ് തോന്നുന്നത് ടിവിയിലൊക്കെ കണ്ടപ്പോൾ അദ്ദേഹമാണ് പാറശാലയിൽ CK ഹരീന്ദ്രൻ. അതും അദ്ദേഹം സിറ്റിംഗ് MLA ആയിരുന്നു തോന്നുന്നു. 9 പേരാന്ന് തോന്നുന്നു സിറ്റിംഗ് MLAമാർ. ബാക്കിയുള്ളത് പുതുമുഖം. അപ്പോൾ UDF നെയ്യാറ്റിൻകര സനലാണ്. UDFൻ്റെ നെയ്യാറ്റിൻകര സനലാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും പരിചയമുള്ളതാണ്. പഴയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടിയൊക്കെ കടന്നു വന്ന ആളാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ KS യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാവായിരുന്നു. നെയ്യാറ്റിൻകര സനൽ അദ്ദേഹമാണ് പാറശാലയിൽ മത്സരിക്കുന്നത്. അവിടെ NDAയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗിരീഷാണ്. അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ എന്ന് പറയുന്ന നല്ല യുവ നേതാവാണ് കേട്ടോ. അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ എന്ന് പറയുന്ന ഒരു യുവ നേതാവാണ് NDA BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. പാറശാല CK ഹരീന്ദ്രൻ, നെയ്യാറ്റിൻകര സനൽ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ. അതൊക്കെ. അപ്പോൾ അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാറാണ് പാറശാലയിൽ ഒരു നല്ല നേതാവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൾ നല്ല ചുള്ളൻ സുന്ദരനൊക്കെയാണ്. ഓക്കെ, സൗന്ദര്യമൊക്കെ നോക്കാം നമുക്ക്. അടുത്തത് കോവളമാണ്. കോവളത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. കോവളത്ത് വിൻസെൻ്റ് മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. LDFൻ്റെയും കോവളമാണ് ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുന്ന സീറ്റ്. അതുപോലെ തന്നെ NDAയും പ്രഖ്യാപിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാവരും പ്രഖ്യാപിക്കും. കാരണം തിങ്കളാഴ്ചയാണല്ലോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് കൊണ്ട് തന്നെ തിങ്കളാഴ്ച എല്ലാവരും പ്രഖ്യാപിക്കും. അപ്പോൾ ഇവിടെ കോവളത്ത് UDFലെ വിൻസെൻറ്റിനെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അപ്പോൾ വിൻസെൻറ്റിൻ്റെ കൂടെ ആരാണ് വരുന്നതൊക്കെ. എന്തായാലും വിൻസെൻ്റൊക്കെ പ്രവർത്തനം ആരംഭിച്ചു. പ്രചരണ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാട്ടാക്കടയിലോട്ടാണ് ഇനി അടുത്ത് പോകേണ്ടത്. കാട്ടാക്കടയിൽ നമുക്ക് IB സതീഷ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. LDFൻ്റെ IB സതീഷാണ് കാട്ടാക്കടയിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അവിടെ ബൈജു ആണ്, MR ബൈജു എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. അദ്ദേഹമാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. LDF അല്ല, LDFൻ്റെ IB സതീഷ്, UDFൻ്റെ MR ബൈജു. പറഞ്ഞു വരുമ്പോൾ നമുക്കെല്ലാം തെറ്റും. അവർ നമ്മളെ തല്ലും പിടിച്ചിട്ട് എന്നെ മിക്കവാറും എല്ലാവരും അടിച്ചോടിക്കുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. അവിടെ PK കൃഷ്ണദാസ്, എവിടെയാണ്? നെടുമങ്ങാടിൽ കാട്ടാക്കട PK കൃഷ്ണദാസാണ്. നെടുമങ്ങാടാണ് യുവരാജ് ഗോകുൽ നെടുമങ്ങാടാണ്. അപ്പോൾ കാട്ടാക്കടയിൽ PK കൃഷ്ണദാസാണ് മത്സരിക്കുന്നത്. NDA BJP സ്ഥാനാർത്ഥിയായിട്ട് PK കൃഷ്ണദാസ് സാറാണ് മത്സരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരുവിധം എല്ലാം, അപ്പോൾ ട്രിവാൻഡ്രം സെൻട്രലിൽ മാത്രം CP ജോണിന് സാറിൻ്റെ എനിക്ക് പിക്ക് കിട്ടിയില്ല കേട്ടോ. ട്രിവാൻഡ്രം സെൻട്രലിൽ CMBയൊക്കെയാണ് സീറ്റ്. CP ജോണാണ്. അവിടെ നമ്മുടെ ആൻ്റണി രാജുവിന് പകരമായിട്ടുള്ള കരമന ജയനാണ്. അവിടെ ഇപ്പം നേരത്തെ പ്രഖ്യാപിച്ചു. കരമന ജയനാണ് NDAയുടെ സ്ഥാനാർത്ഥി ട്രിവാൻഡ്രം സെൻട്രലിൽ. അപ്പം എന്തായാലും കരമന ജയൻ ചേട്ടനുമായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പേഴ്സണലി പരിചയമുള്ള ആൾക്കാരാണ് ജയൻ ചേട്ടനൊക്കെ. അപ്പോൾ അവരൊക്കെ ഭയങ്കര നല്ല കട്ട മത്സരമായിരിക്കും. ഉറപ്പായിട്ടും നല്ല കട്ട മത്സരമായിരിക്കും. അപ്പം നമ്മൾ എല്ലാ സീറ്റുകളും കണ്ട് 14 സീറ്റുകളാണ് ട്രിവാൻഡ്രത്തുള്ളത്. ഇപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, അരുവിക്കര, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വർക്കല, വാമനപുരം, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, പാറശാല, കോവളം, കാട്ടാക്കട. അപ്പോൾ ആറ്റിങ്ങലിലാണ് അഡ്വക്കേറ്റ് സുധീർ കേട്ടോ. അപ്പം ഇത് NDA സ്ഥാനാർത്ഥി BJP. അപ്പോൾ ഇത്രയും സ്ഥാനാർത്ഥികളാണ്. എന്തായാലും തീ പാറുന്ന പോരാട്ടമായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവരും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഇലക്ഷൻ അപ്ഡേറ്റ്സ് തരാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, ഇഷ്ടമുള്ളവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പാർട്ടിയും ഒന്നും പറയത്തില്ല. നമ്മുടെ എല്ലാവരുടെയും നല്ല ഗുണങ്ങൾ, അവരെ ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയും. നമ്മളെല്ലാവരുടെയും നല്ല ഗുണങ്ങൾ എല്ലാം പറയും. എല്ലാവരും പോയിട്ട് വോട്ടൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ പറയട്ടെ. എന്തെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് പറയുമ്പോൾ ഞാൻ അതനുസരിച്ച് വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥികൾ. നമുക്ക് നാളെ കൊല്ലം ജില്ലയുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഇനി കുറച്ച് പേരെ പ്രഖ്യാപിക്കാനുണ്ട്. നമ്മുടെ BJPയിലെ
നമ്മൾ NDAയുടെ കാൻഡിഡേറ്റ്സ് ആണ്. പല സ്ഥലത്തുള്ളത് അരുവിക്കര, ചിറയൻകീഴ് പ്രഖ്യാപിച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. വർക്കല അറിയാവുന്നവർ, അതുപോലെ വാമനപുരം, നെയ്യാറ്റിൻകര